തൃശ്ശൂർ ശോഭ സിറ്റി മാളിൽ നിന്ന് ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ ഒരു ഡിന്നറിന് പോവാണ്. സ്ഥിരം പോണ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് അനിയൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് ഈയിടെയായിട്ട് സജസ്റ്റ് ചെയ്യാറുള്ള ജോസേട്ടൻ സിനിമ കമ്പനി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോണത്. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. സിനിമ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലുള്ള സിനിമാ ഭ്രാന്തന്മാർക്കും അല്ലാത്തവർക്കും ഒക്കെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ പുറത്തൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഒരുപാട് പ്രശസ്തമായ സിനിമകളുടെ പോസ്റ്റേഴ്സും അതുപോലെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ഫോട്ടോസും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ ഇത്തവണയും ഞങ്ങളൊരു കോർണർ സീറ്റ് പിടിച്ചുവിട്ട വന്ന പാടെ അമ്മയും ദീപൊക്കെ ഇവിടുത്തെ ടേബിൾ മാറ്റ് നോക്കിയായിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു ചോദ്യങ്ങളും അത് മാർക്ക് ചെയ്യാനുള്ള ഏരിയാസും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലാണ് ടേബിൾ മാറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെനു കാർഡാണെങ്കിലോ ക്ലാപ്പ് ബോർഡിൻ്റെ മാതൃകയിൽ. മെനു കിട്ടിയ പാടെ അത് നോക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ഇടയിൽ ദീപുവിൻ്റെ ചില ചോദ്യങ്ങൾ ഞാൻ കേട്ടില്ല. അതോടെ ദീപ് പിണങ്ങി. പിന്നെ കുറച്ച് നേരം സോറിയൊക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് ഇണങ്ങി കിട്ടിയത്. അനിയ നല്ല ചാറ്റിങ്ങിലാ. പേഴ്സണലാണോ ഒഫീഷ്യലാണോ എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. എത്തി നോക്കാൻ പറ്റില്ലല്ലോ. മോശല്ലേ? അല്ലല്ല, ഭരതൻ്റെത് അമരം. തൽക്കാലം ഫോൺ വിട്ട് മെനുവിലേക്കൊന്ന് എത്തി നോക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കേരള നാടൻ വിഭവങ്ങൾ മുതൽ അറബിക്, ചൈനീസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടുത്തെ മെനുവിലുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ 4 പേർക്ക് 6 പേർക്ക് എന്നുള്ള രീതിയിൽ ജോസേട്ടൻ സ്പെഷ്യൽ പ്ലാറ്ററുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നോൺ വെജ് മാത്രമല്ല വെജ് കബാബ് പ്ലാറ്ററും ഉണ്ട് കേട്ടോ. രാവിലെ 7 മുതൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആണ്. വെജിറ്റേറിയൻ മാത്രമല്ല അച്ചായൻ സ്റ്റൈല് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ കിട്ടും. മെനു വിശദമായി പഠിച്ചതിന് ശേഷം അങ്ങോട്ട് നീക്കി വെച്ചു. നല്ല ജീരകമുള്ളല്ലേ? നല്ല ജീരകല്ലേ? ഫ്ലേവർ ഉണ്ട്. പതിമുഖം നല്ല ക്യൂട്ട് ആൻഡ് സ്മാർട്ടായിട്ടുള്ള മണിപ്പൂരി കുട്ടികളാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യണേ. നല്ല അടിപൊളി സർവീസാണ് അവരുടെ. ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ഹാഫ് മസാല ഷവായും പിന്നെ അമ്മയ്ക്ക് ഒരു ബട്ടർ ചീസ് ദോശയാണ്. മസാല ഷവായുടെ കൂടെ മയണൈസും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഉണ്ട്. മസാല ഷവായി കളർഫുൾ മസാലയൊക്കെ ഇട്ട് അടിപൊളിയുണ്ട് കേട്ടാ. ഹാഫ് ഷവായുടെ കൂടെ ഒരു റുമാൽ റൊട്ടിയാണ് വരുന്നത്. 2 റുമാൽ റൊട്ടിയും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. നേരത്തെ ഡിന്നർ കഴിക്കണോണ്ടേ അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ട്. ഫ്രൂട്ട്സ് അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ മസാല ഷവായ അങ്ങോട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഓരോ പീസ് ചിക്കനും ഒരു റുമാൽ റൊട്ടിയും വീതം ഞങ്ങൾ 3 പേരെടുത്തു. ആദ്യമായിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും മസാല ഷവായി നല്ല ഇഷ്ടമായി. റുമാൽ റൊട്ടിന്ന് ഒരു പീസ് പൊട്ടിച്ചിട്ട് ആദ്യം പ്ലേറ്റിലത്തെ മസാല തുടച്ചാണ് കഴിച്ചത്. മസാല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മസാല അല്ലേ? അതിനുശേഷം ഒരു പീസ് ചിക്കൻ എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് സോഫ്റ്റായിട്ട് കുറച്ച് മീറ്റ് അങ്ങോട്ട് കിള്ളിയെടുത്തു. എന്നിട്ട് അതും റുമാൽ റൊട്ടിയും കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അതും കൂടി കഴിച്ചപ്പോൾ തോന്നി ഹാഫ് പറഞ്ഞത് ഫുള്ളാക്കാന്ന്. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്കുള്ള ബട്ടർ ചീസ് ദോശ എത്തി. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഫ്രൈഡ് റൈസാണ് കൂടുതൽ താല്പര്യം. പക്ഷേ രാത്രി ആയതുകൊണ്ട് ലൈറ്റായിട്ട് ദോശ മതിയെന്ന് പറയായിരുന്നു. ബട്ടർ ചീസ് ദോശ ആദ്യമായിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിലും അമ്മയ്ക്കത് ഇഷ്ടമായിട്ടുണ്ട്. അൽഫാമിൻ്റെയിലും ഷവായുടെ കൂടെ കിട്ടുന്ന മയണൈസ് പലപ്പോഴും എനിക്ക് ഇഷ്ടമാവാറില്ല. പക്ഷേ ഇവിടുത്തെ മയണൈസ് കിടിലനായിരുന്നു കേട്ടോ. സൂപ്പർ മയണൈസ് നല്ലതാണെങ്കിൽ റുമാലി തീരാൻ ദാന്ന് പറഞ്ഞ സമയം മതി. അങ്ങനെ ഞങ്ങൾ ഷവായൊക്കെ തീർത്തിരിക്കുമ്പോൾ അമ്മ ചോദിക്കണേ ദോശയെന്ന് പകുതി തരട്ടേന്ന്. അമ്മയ്ക്ക് മുഴുവനും കഴിക്കാൻ പറ്റില്ല എന്ന്. യാതൊരു ധൃതിയും കൂട്ടണ്ട, പതുക്കെ കഴിച്ചാൽ മതിയെന്ന് അമ്മോട് പറഞ്ഞു. ഞങ്ങൾക്കിനി വാഴലൊക്കെ വിരിച്ചിട്ട് 1-2 ഐറ്റംസും കൂടി കഴിക്കാനുണ്ടേ. വേറൊന്നല്ല, ഒരു ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയും. സർലാസും പിന്നെ ബീട്രൂട്ടിൻ്റെ അച്ചാറുമാണ് ഇവർ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യണത്. മുമ്പ് എടപ്പള്ളിയിലുള്ളപ്പോഴേ ഞാൻ വാഴയിലയിൽ കപ്സ കഴിച്ചിട്ടുണ്ട്. ബിരിയാണി ഇതാദ്യമായിട്ടാണ്. ദീപും ശ്രീരാജും ചിക്കൻ ബിരിയാണി എടുത്ത്, ഞാൻ മട്ടൻ ബിരിയാണി. കഴിക്കാൻ പാകത്തിന് നല്ല ഇളം ചൂടുള്ള മട്ടൻ ബിരിയാണി
അതിൻ്റെ ഇടയിലാണ് അടുത്ത പ്രശ്നം. ദീപുവിന് പപ്പടം കിട്ടിയില്ലാന്ന്. എൻ്റെ പപ്പടം ദീപുവിന് കൊടുക്കണപ്പോഴേ ഷെഫ് എനിക്ക് ഒരു പപ്പടം കൂടി കൊണ്ടുവന്നരാന്ന് പറഞ്ഞു. അനിയനും കൂടി വന്നതോടെ അവശ്യ വസ്തുക്കളുടെ ലഭ്യത അങ്ങോട്ട് കുറഞ്ഞിരിക്കണു. എന്തായാലും ബിരിയാണി രണ്ടാൾക്കും നല്ല ഇഷ്ടമായിട്ടെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്കുള്ള പപ്പടം എത്തിയ സ്ഥിതിക്ക് ഇനി എൻ്റെ ഊഴാണ്. പപ്പടം അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം വെറുതെ റൈസ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് വേവിൽ നല്ല പാകത്തിൽ ചൂടിൽ അടിപൊളി റൈസായിരുന്നു. ലേശം ബീട്രൂട്ട് അച്ചാർ അങ്ങോട്ട് എടുത്ത് അത് റൈസിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തു. സാധാരണ ഇതുപോലെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ കിട്ടാറ്. ബീട്രൂട്ട് കുഴപ്പമൊന്നുമില്ല, രുചിയൊക്കെ ഉണ്ട്. എന്നാലും ഈന്തപ്പഴമാണെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചേനെ. സർലാസ് കിടിലിനായിരുന്നു കേട്ടോ. മട്ടൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ റെക്കോർഡ് ബട്ടൺ അമർത്താൻ വിട്ടുപോയോണ്ടേ 1-2 രംഗങ്ങൾ മിസ്സായി. ബാക്കിയുള്ളത് ഇതാണ്. എന്തായാലും 2 ബിരിയാണിയും ഉഷാറായിട്ടുണ്ട്. പപ്പടം പൊടിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഒരു മുട്ടയും കൂടി വെച്ച അടിപൊളിയാവുന്നു. മുട്ട എടുത്തതും ദീപുവിന്റെ ചിരി കണ്ടതോടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പോരാത്തതിന് നമ്മളെ അനിയനും പകുതി വേണമെങ്കിൽ കഴിക്കാന്ന്. ഒരു മുട്ടയ്ക്ക് എത്ര പകുതിൻ്റെടാ? മുട്ട പോയ വിഷമം മാറാൻ കുറച്ചധികം ചോറെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു. ബിരിയാണിയുടെ ആ മസാലയും അച്ചാറും പപ്പടവും സർലാസും എല്ലാം കൂടി വന്നപ്പോൾ അങ്ങോട്ട് ഉഷാറായി. കുറച്ച് നാളായി മട്ടൻ ബിരിയാണി കഴിച്ചിട്ട്. അതിൻ്റെ ഒരു കുറവ് അങ്ങോട്ട് തീർന്നു എന്ന് പറയാം. അമ്മയ്ക്ക് ഓൾറെഡി ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഞങ്ങളും 1-2 ഡ്രിങ്ക്സ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ചില്ലി വോഡ്ക മൊയ്ത്തോ ആണ്. ഇത് കുറച്ച് സ്പൈസിയാണ് കേട്ടാ. ശ്രീരാജ് ജഗത് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു സ്പെഷ്യൽ ഷേക്കും ദീപു ടെൻഡർ കോക്കനട്ട് ഷേക്കുമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും കലക്കിണ്ടെന്നാണ് രണ്ടാളും പറയണേ. ഇനി ഞാൻ നമ്മുടെ വോഡ്ക ആദ്യം തന്നെ അമ്മയ്ക്കൊന്ന് ട്രൈ ചെയ്യാൻ കൊടുത്തു. എരിഞ്ഞിട്ട് ഉപ്പാടളകിന്ന് ആ മുഖം കണ്ടാലറിയാം. അടിപൊളി. ഇത് മസ്റ്റ് ട്രൈ ആട്ടാ. അടിപൊളിയുണ്ട്. ശ്രീകാന്ത് കഴിച്ചോളാ, നീ അറിഞ്ഞോളൂ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ. സംഗതി ഉഷാറായിട്ടുണ്ടെങ്കിലും നല്ല എരിവുണ്ടേ. കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ടെൻഡർ കോക്കനട്ട് ഷേക്കിൽ നിന്ന് 2 സിപ്പ് അടിച്ചിട്ട് ദീപു എരിവിൽ നിന്ന് മോചനം നേടി. എനിക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നോട്ടാ. ടെൻഡർ കോക്കനട്ട് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അടിപൊളിയുണ്ട്. പക്ഷെ അതിനേക്കാൾ സൂപ്പറായത് ശ്രീരാജ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ജഗത് എന്ന് പറയുന്ന ഇവരുടെ സ്പെഷ്യൽ ഷേക്കാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുത്തെ ചിത്രങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഈ ചിത്രങ്ങൾക്കിടയിൽ മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാർ. വെറും കലാകാരന്മാരല്ല, പ്രതിഭകൾ എന്ന് തന്നെ പറയാം. ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു. എന്നാലും അവസാനം ആ ഫോട്ടോക്ക് ഷൂട്ട് ചെയ്തപ്പോൾ അനീഫിക്കാടും പപ്പുചേട്ടൻ്റെ മുഖം അതിങ്ങനെ മനസ്സിൽ മായാണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് ഇതുപോലെ എവിടെയെങ്കിലൊക്കെ ഇവരുടെ പടം കാണുമ്പോഴാണല്ലോ നമ്മൾ ഇവരൊക്കെ അറിയാതെ ഓർത്തു പോകുന്നത്.